ഒപ്പാമി വിജി സിസ്റ്റർ ദുഃഖത്തിലായിരിക്കുന്ന ഏവരും വലിയൊരു മാതൃമ സ്വാമിനെ കൃപാമാണ് പ്രയാക്ഷിച്ചത്. കഴിഞ്ഞ ജനുവരി മാസം 1-ാം തീയതി മുതലാണ് ഇവിടുത്തെ ശുശ്രൂഷയിലേക്ക് പ്രയാസിച്ചു പ്രവേശിച്ചത്. പലപ്പോഴും ശരിക്കും പറയുമായിരുന്നു, അച്ഛാ നമുക്ക് ഒരിക്കൽ റോഡ് മാർഗം നമുക്ക് നാട്ടിലേക്ക് പോകണം, നമുക്കൊരു കാലനാഥ നാട്ടിലേക്ക് പോകണം എന്ന്. കഴിഞ്ഞ ആഴ്ചയിൽ ക്രിസ്മസിന് പോകണം, അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു. പക്ഷേ ശിവനോടൊപ്പമുള്ള യാത്ര ഇത്തരത്തിലായിരിക്കുമെന്ന് അപ്പോൾ ഒന്നും കരുതിയില്ല. ഒരുപോലെ നമുക്ക് 2 ഗൈഡൻസ് റോളുകളാണ് ഈ വർഷത്തേക്ക്. ക്രിസ്മസ് കരോളിന്റെ അല്ലെങ്കിൽ ഗൈഡൻസ് സോങ്ങുകളിൽ ക്രിസ്മസ് ട്രീ അതിമനോഹരമായ 2 പുൽക്കൂടുകൾ രക്ഷിച്ചു ചെയ്തു. കഴിഞ്ഞ ദിവസം ഗൈഡൻസുകളുടെ ഓരോ മൂലയിലും ചെന്ന് കാത്ത് കൊടുത്തിട്ട് എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ പറയാം. ഒരുമിച്ചുള്ള ശുശ്രൂഷകൾ ഒരു വെളിപ്പാട് അകലെയായിരുന്നു ഷിജി. ഇപ്പോൾ രാത്രിയിലും പകലിലും എപ്പം വിളിച്ചാലും ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ കളക്ട് ചെയ്യാനും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാനും സാഹസത്തോടെ പോകുന്നതിന് അവരെ വേണ്ടത് എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതിനും വളരെ ഷിജുവായിട്ട് സാധിച്ചു. വിജയം അവിടെയായിരുന്നു. അവരുടെ ശുശ്രൂഷ അവരുടെ അനേക പേഷ്യൻസിന് വളരെ അനുഗ്രഹമായ ശുശ്രൂഷകൾ കഴിച്ചു. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെയും വളരെ ഭംഗിയായി ക്രമീകരിച്ച ചെയ്യുവാൻ പറ്റുമെന്ന് യേശുവിനെ സാധിച്ചു. യേശുവിന്റെ അസാന്നിധ്യം അത് പ്രിയ റെസർവേഷൻ പറഞ്ഞതുപോലെ ശരിയായ ഉച്ചയുടെ 12 മണി വരെയാണ് CMC ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. അതിനുശേഷം ഒരുമിച്ചാണ് ഞങ്ങൾ വന്നത്. പുതിയ സെന്ററിൽ വന്നിട്ട് ശരി പറഞ്ഞ അച്ഛൻ പൊയ്ക്കോ, ഞാൻ അച്ഛൻ്റെ പുറകിൽ വരാം. അങ്ങനെ ഞങ്ങൾ മുമ്പ് എന്റെ വണ്ടിയിൽ പോയി പുറകിൽ ശിരു ഈക്കോയിൽ വരികയായി. ഞാൻ ഏക സമയത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്നവരൊക്കെ പറഞ്ഞു, അയ്യ നമ്മുടെ വണ്ടി ആക്സിഡന്റിൽ പെട്ടെന്ന് പറഞ്ഞപ്പോഴും അല്ല ചെറിയ തട്ടലുമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലോട്ട് മാറിയോ തട്ടിയോ അല്ലെങ്കിൽ വലിയ പ്രയാസമായിരുന്നു. ഞങ്ങൾ പ്രതികളോടൊപ്പം നല്ല വലിയ പെട്ടെന്ന് പറഞ്ഞ അവരെല്ലാം കൊണ്ട് ചെല്ലുകയാണ്. പലപ്പോഴും സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിന്റെയൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനൊക്കെ നേതൃത്വം നൽകിയ ശിശു. എന്നാൽ അത്തരത്തിൽ പോലും ഒരവസരം നൽകാതെ മുതൽ നിന്ന് വേർപെട്ടു. ശിവന്റെ ശ്രേഷ്ഠമായ ശുശ്രൂഷ സ്വീകരിച്ച അനേകർ എന്ന ഈ ശുശ്രൂഷയിൽ ഈ ദേവാലയത്തിന്റെ ഉള്ളിലും പുറത്തുമായി നിൽക്കുന്നു. ഒരിക്കലും ഈ സ്നേഹം ഉൾക്കൊണ്ടതായിട്ട് അനേകം ഒരിക്കലും ആ സ്നേഹം സ്വീകരിച്ചവരും സ്നേഹം ലഭിച്ചവരാരും മറക്കുവാൻ സാധിക്കാത്തതുള്ള സ്നേഹം. എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം തീരുന്ന അനുഭവം ഈ പ്രിയ കുടുംബത്തിന്റെ ദുഃഖത്തിൽ വലിയ ഗൈഡൻസ് സമൂഹ എല്ലാ കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ട ഡയറക്ടറായ ജിബേഴ്സിന്റെ പേരിൽ സോഷ്യൽ വർക്കറായിരിക്കുന്ന പ്രിയ ഷാജിശാന്റെ കുടുംബത്തിന്റെ പേരിൽ അവിടെ ഇപ്പോൾ ആയിരിക്കുന്ന പ്രിയ തോമസ് അനി, ഈ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും പേരിൽ ഈ ദുഃഖത്തിൽ ഞങ്ങൾ ഏവരും പങ്കുചേരുകയും സർവശക്തനായ ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. KL7BF 5038 ഒരു ST വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന അത്യാവശ്യമായിട്ട് മാറ്റി പാർക്ക് ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. KL7BF 5038 ST വണ്ടി. ഈ സമയത്ത് മലയാള മാർഗ സഭയ്ക്ക് വേണ്ടി സഭാ സെക്രട്ടറി അനുശോചനം അറിയിച്ച ശ്രീസമാണ്.
വന്യ വികാരി ജനറൽ അച്ഛന്മാരെ, സഹോദര വൈദിക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സിജുവിന്റെ കുടുംബാംഗങ്ങളെ, കർത്താവിൽ സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, ഇത്തരത്തിൽ അത്യന്തം വേദനാജനകമായ ഒരു സന്ദർഭത്തിൽ വാക്കുകൾക്ക് പ്രസക്തി തീരെയില്ലാതെ പോവുകയും വാക്കുകൾ മുറിയുകയും ചെയ്യുന്ന സന്ദർഭമാണ്. തികച്ചും ആകസ്മികമായി ഒട്ടും വിശ്വാസത്തിന് അംഗീകാരയോഗ്യമല്ലാത്ത ഒരു സംഭവം. ഏതാനും വർഷങ്ങളായി സിജുവുമായുള്ള ബന്ധം, പരിചയം, ഒരു വൈദിക വിദ്യാർത്ഥി എന്ന നിലയിലെ സിജുവിന്റെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ, തന്നെ നിയോഗിച്ച സ്ഥലങ്ങളിലെല്ലാം കർത്താവിന്റെ ഒരു സാക്ഷിയായി പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധത, അതിന്റെയൊക്കെ മുൻപിൽ ശിരസ് നമിക്കുന്നു. വേർപാടിന്റെ തീവ്രമായ നഷ്ടവും ദുഃഖവും അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളോട് മാർത്തോമാ സഭ അവരുടെ നഷ്ടത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നു എന്ന് അറിയിക്കുന്നതോടൊപ്പം സഭയുടെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. ദൈവം സ്വർഗീയ സമാധാനത്താൽ എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥന സഭയുടെ ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് പ്രകാശ് തോമസ് ഇപ്പോൾ ഇടവേള വീണ്ടെടുപ്പിന് വേണ്ടി ഇപ്പോൾ വിശുദ്ധനായ ഇത്രയും ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, യുഗത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഏവരെയും ഇവർക്ക് ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമാണ്. ഷീജാനെ കുറിച്ച് പറയുവാനായിട്ട് വാക്കുകളില്ല. ഷീജാൻ ഞങ്ങളിൽ ഒരാൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജ്യേഷ്ഠനായി നിന്ന് യുവജന സഖ്യത്തിന് വേണ്ടതായ എല്ലാ കൈത്താങ്ങലുകളും നൽകി തരികയും യുവജന സഖ്യത്തെ, യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതായ ഒരു വ്യക്തിയായിരുന്നു ഷിജു ബിജു. സെമിനാരിൽ നിന്ന് കടന്നു വരുമ്പോഴായാലും ഏതു സമയത്തും ഓടി വന്ന് ആദ്യം ചോദിക്കുന്നത് യുവജന സഖ്യത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ചാണ്. തുടർന്ന് അങ്ങോട്ടുള്ള പരിപാടികളെ കുറിച്ച് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകി തരികയും ചെയ്തു. യുവജന സഖ്യത്തെ, യുവജനങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതായ ഒരു വ്യക്തി ഈ വേർപാട് തികച്ചും യുവജന സഖ്യത്തിന് തീരാ നഷ്ടമാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യേക ഇതെന്തോ വലിയപള്ളി യുവജന സഖ്യത്തിന്റെ നാമത്തിലുള്ളതായ അനുശോചനം അറിയുകയും ഈ സമയം യുവജനങ്ങൾ റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇടവക സേവ്യ സംഘത്തിന് വേണ്ടി ഈ സമയത്ത് അനുശോചിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട തിരുമേനി വൈദിക ശ്രേഷ്ഠരെ, ദുഃഖത്തിലായ കുടുംബാംഗങ്ങളെ, യുവജനങ്ങളെ, ദേശവാസികളെ, തന്നെ ഏത് സമയത്ത് ഏത് പ്രായത്തിൽ ഏത് ദുഃഖമുളവാകുന്നു വളരെ യൗവനത്തിൽ തന്നെയുള്ളത് അത് ഏറ്റവും ദുഃഖമുളവാക്കുന്നത്. നരേശിനോടുകൂടിയുള്ള മരണത്തിൽ ഈ യോഗജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നത് നമുക്ക് വേണ്ടി മരിച്ചു വരുന്നതിന് ഇന്നും ജീവിക്കുന്നതിനായ യേശു കർത്താവിന്റെ സമാധാനം, ശിഷ്യന്മാർ കൊടുത്ത സമാധാനം ഈ കുടുംബങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇതെന്തു മാത്രം വലിയ പ്രത്യേകത്തിന്റെ അനുശോചന അറിയിക്കുകയും വീട്ടിൽ സമർപ്പിക്കുകയും തുടർന്ന് കൂടെ വാഴ ഭാഗത്തിന് സ്ത്രീക്ക് സമർപ്പിക്കുന്നതാണ്.
സഹോദരങ്ങളെ, ായിരിക്കുന്ന പ്രമാണങ്ങളെ വിശ്വാസ സമൂഹമേ, ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനമേ. പ്രിയപ്പെട്ട പ്രകാശന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എല്ലോട്ടും സെന്റ് മാർത്തോമ ഇടവകയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനകൾ നൽകിത്തരുന്ന ഒരു കുടുംബമാണ്. ഞങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ആത്മീയമായ കൂട്ടായ്മയുടെ ബന്ധങ്ങൾക്കൊക്കെ വളരെ ശക്തമായി നയിക്കാങ്ങി വന്ന ഒരു കുടുംബമാണ് ആചാര്യ കുടുംബം. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഷൈജുവിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ക്രിസ്മസിൻ്റെതായ കരോൾ സർവീസുകളിൽ കടന്നു വന്ന വളരെ അധികം ആഴമായ ദൈവവചനത്തിന്റെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതായ അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയുവാനായിട്ടുണ്ട്. രോഗത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുവനായാലും ധാരാളമായി ആശ്വസിപ്പിക്കട്ടെ. പുരോഗമന നല്ലപോർപ്പെടുത്തി ഓട്ടം തിരിച്ചു വിശ്വാസം കാത്തു നീതിയുടെ വീരണം എനിക്കായി വെച്ചിരിക്കുന്നു. ആ ഒരു വലിയ പ്രത്യാശയോടുകൂടെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന നീതിയുടെ കിരീടത്തിന്റെ അവകാശിയായി ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്നുള്ളതായ പ്രത്യാശയോടെ നമുക്ക് ആശ്വസിക്കാം. എല്ലാവർക്കും സന്തോഷ് മാർത്തോമ ഇടവകയുടെ എല്ലാവിധമായ അനുശോചനവും ദുഃഖവും ഈ സമയത്തെ ദുഃഖ സുഖകരമായി പ്രിയപ്പെട്ട സി ജെ മാർക്കോസ് എന്നിവരെ സമർപ്പിക്കുന്നതായി. നവജീവനെ ഉണ്ടായതിനു വേണ്ടി സി ജെ മാർക്കോസ്. ദൈവത്തിന്റെ നാമം മാറ്റപ്പെടുവാനാകട്ടെ. അഭിമാനികളെ വേണ്ടി ആകസ്മികമായ നിര്യാണത്തിൽ ദുഃഖാർഹരായ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ ചാർച്ചയ്ക്ക് ആശ്രയിക്കാൻ പല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും രാജ്യത്തെ അറിയിക്കുക. പ്രിയതമാസത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ച് പ്രവർത്തിക്കുവാനിടയായി. എന്നാൽ അതിനുശേഷം തന്റെ സ്വന്തം ദേശത്തെ കുടുംബത്തിലെ വന്ന് പാർത്ത് തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സമയത്ത് നഗരങ്ങളുടെ കൂട്ടായ്മ താൻ കുടുംബവും വളരെ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഓർക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഷിജുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ താനെ തന്റെ പിതാവിനെ തെരഞ്ഞെടുത്ത സമയത്ത് സിഎസ് പ്രവർത്തിക്കുന്ന സമയത്ത് മുതൽ കൂട്ടായ്മയിൽ കടന്നു വരികയും വചന ശുശ്രൂഷ സഹായിക്കുകയും നേതൃത്വം നൽകി സഹായിക്കുകയും ഈ സമയത്ത് താനെ വൈദിക വിദ്യാഭ്യാസത്തിന് പോയ സമയത്ത് നാട്ടിലെ ഏത് സമയത്ത് കടന്നു വന്നാലും ഒരു പ്രാവശ്യത്തിന് കടന്നു വന്ന് കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു എന്നുള്ളത് സന്തോഷത്തോടും ഈ സമയത്ത് ഓർക്കേണ്ടത് ചെയ്തു. ഷിജുവിന്റെ വേർപാട് നവാസ് കുടുംബത്തിന് മാത്രമല്ല ഈ ദേശത്തിന് ഇടവേറ്റ് എഴുതപ്പെട്ടപ്പോൾ തന്നെ നവ്യമായ കൂട്ടായ്മയ്ക്കും തീരാത്ത നഷ്ടമാണ് സംഭവിക്കുന്നത്. മനുഷ്യന്റെ വാക്കുകൾക്ക് പരിമിതമുണ്ട് ആഘോഷിക്കുന്നതിന് സാധ്യമല്ല. എന്നാൽ വലിയവരായ തന്റെ ദീർഘസമാധാനത്താൽ തന്റെ കുടുംബത്തെയും ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തിട്ട് ബലപ്പെടുത്തുന്നത് എന്റെ ഭാഗ്യവും ആശംസിക്കുന്നു. അതോടൊപ്പം ആദരസൂചകമായി കൂട്ടായ്മയുടെ രക്ഷിച്ചി എസ് എം തോമസ് അവർ ഇപ്പോൾ വീട് സമർപ്പിക്കുന്നതുമായി കോളേജിൽ ജനറൽ സോളിന് വേണ്ടി കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു സ്ഥിതിയാണ്. ഷിജു കോളേജിലെ വിദ്യാഭ്യാസ നടത്തിയ 2005 കാലഘട്ടത്തിൽ തന്റെ വ്യക്തിപരമായ ഇടപെടൽ കൊണ്ടും വ്യക്തിത്വം കൊണ്ടും കോളേജ് സമൂഹത്തിലെ
വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്നേഹത്തോട് പല സാമൂഹിക പ്രവർത്തനം കോളേജ് കമ്മ്യൂണിറ്റിയുടെ വിദ്യാർത്ഥികളുടെ എല്ലാം സ്നേഹം ആർജിച്ച ഒരു വ്യക്തിയായിരുന്നു. അതാണ് കോഴഞ്ചേരി സെന്റ് തോമസ് കുടുംബത്തെ ാക്കിയിരിക്കുന്നു. കുടുംബത്തിനുണ്ടായ നഷ്ടം നാടിന്, സമൂഹത്തിന് എല്ലാം ഉണ്ടായ നഷ്ടത്തിൽ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് കുടുംബവും പങ്കുകൊള്ളുന്നു. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിന്റെ അനുസരിച്ച് സൂചകമായി സമർപ്പിക്കുന്നു. കോളേജ് ഓഫീസ് സൂപ്രണ്ട് ശ്രീ പി അച്ഛനെ സമർപ്പിക്കുന്നു. ബഹുമാനരായ പട്ടക്കാർ, പ്രിയപ്പെട്ട കമ്പാസ് കുടുംബാംഗങ്ങൾ, കൂടിവന്നിരിക്കുന്ന വിശ്വാസം, ഞങ്ങളുടെ കൂട്ടപ്രവർത്തകരായിരിക്കുന്ന രാജ്യത്തിന്റെ പ്രിയമായ വേർപാടിൽ ഞങ്ങൾക്കുള്ള ദുഃഖം രേഖപ്പെടുന്നു. ഈ വിടവ് ദൈവത്തിൽ വരാൻ നികത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും കരുതലും പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർക്ക് പൈതലിന് ആയുസിന്റെ അന്ത്യം വരെ എന്ന് ഓർക്കുന്നു. നമ്മെ നമുക്ക് വേണ്ടി ഭവനം ഒരുക്കിയിരിക്കുന്ന കർത്താവ്, നമുക്ക് നമ്മുടെ ഭവനത്തിൽ എത്തിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രത്യാശയോടുകൂടി യാത്ര അയക്കാൻ കഴിയുന്നതോ കുടുംബത്തോടുള്ള അനുശോചനം നമുക്ക് യോഗത്തിന്റെയും മിഷൻസിന്റെ ഇടയിൽ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ആശംസിക്കുന്നു. ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒഴിവുകളിലേക്ക് വേണ്ടി ഇപ്പോൾ നിശ്ചയമാണ്. എന്റെ പേര് ജോർജ് പ്രഭ, കോഴിക്കോട് സെന്റ് പോൾസ് മാർത്തോമ പള്ളിയിലെ ന്റെ ഡെവലപ്മെന്റാണ്. ഞങ്ങളുടെ 24-ാം തീയതിയാണ് ഈ വിവരം ഇത്ര തന്നെ വിളിച്ചു പറഞ്ഞ് അറിയാനിടയായത്. അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥനയുമായി ചെയ്യുകയാണ്. ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് കുറെ പേര് ഇവിടെ എത്തിയിരുന്നു, എന്റെ കുടുംബം എത്തിയിട്ടുണ്ട്. മരണത്തിന്റെ ദുഃഖം നേരിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. എന്റെ ഒരു മൂത്ത മകൻ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് മരണത്തിൽ മരണപ്പെടുകയും ആ മരണത്തിൽ ഞാൻ 25 വർഷക്കാലമായി ഇന്ന് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരാളാണ്. ഒരു മർത്തമക്കളുടെ പ്രത്യാശ ദൈവം തന്നു, ദൈവം എടുത്തു, ഏറ്റവും നല്ല പൂക്കൾ ദൈവം കൊണ്ടുപോയി നമുക്ക് വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശകളാണ് ഒരു മർത്തമക്കാരനെ തുടർന്ന് നമ്മളെ ജീവിപ്പിക്കുന്നതും തുടർന്നും പ്രവർത്തിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പള്ളിയുടെ കാര്യത്തിൽ ഞാൻ സമീപിച്ചവരൊക്കെ കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് കഴിഞ്ഞു പോകുന്നു. എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടുവന്നു. നമ്മുടെ ജീവിതത്തില് ദൈവം തന്നു, ദൈവം എടുത്തു എന്നുള്ള പ്രത്യാശയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. എല്ലാവർക്കും മാറുന്നത് ഒരു സൈഡിൽ നമ്മുടെ ദുഃഖം എന്നും ഒരു ഓർമ്മയായിട്ട് കഴിയുകയും ഞാൻ കൂടുതൽ എത്തുന്നില്ല. ഞങ്ങളുടെ ഇടവകയുടെ എല്ലാവിധമായ അനുശോചനവും ഞങ്ങൾ ഇടവകയെ പ്രധാനം ചെയ്ത് ഞാൻ അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, അവർക്ക് ആശ്വാസം പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്റെ വാക്കുകൾ മാത്രമല്ലെങ്കിൽ ഇപ്പോൾ കോശി സർവേ സമർപ്പിക്കുന്നതാണ്. ഇടവകയ്ക്ക് വേണ്ടി ഇടതു മാത്രം ഇടവകയ്ക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് തോമസ് സാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അഭിനന്ദ തിരുമേനി, സഭാ സെക്രട്ടറി മന്ത്രി, ഏറ്റവും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠി, പ്രിയ ശിവന്റെ വേർപാടിൽ ബുദ്ധിതരായിരിക്കുന്ന പ്രിയ ഇലത്തൂർ മർത്തോമാ വെല്ലുവിളിയെ സംബന്ധിച്ച് കടുത്ത ദുഃഖത്തിന്റെ ദിനങ്ങളിൽ കൂടിയൊക്കെ ഞങ്ങൾ കടന്നു പോകുന്നു. ഏറ്റവും പ്രായം ചെന്ന ആള് മുതൽ കുഞ്ഞുങ്ങൾ വരെ കഴിഞ്ഞ 3 ദിനങ്ങളായിട്ട് അതീവ ദുഃഖത്തിലാണ്.
ഡിസംബർ 24 ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു. കാരോൾ നടക്കേണ്ട ദിവസമാണ്. രാവിലെ 9 മുതൽ പള്ളിയിൽ കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു. എന്നാൽ 1 മണിക്ക് ശേഷം അച്ഛന്റെ പാസഞ്ചേരിയിലേക്ക് വെല്ലൂരിൽ നിന്ന് ഈ ഫോൺ വരികയാണ്. കൊച്ചൻ ഓടി വന്ന് നിങ്ങളോട് ഈ വിവരം പറയുമ്പോൾ ഞങ്ങളത് ഒരു തരത്തിലും വിശ്വസിക്കാനായിട്ട് സാധിക്കില്ല. തുടർന്ന് പലരെയും ഫോണിലൊക്കെ വിളിച്ചെങ്കിലും വിവരം കൈമാറാനുള്ള ശക്തി ഞങ്ങൾക്ക് ആർക്കുമില്ലായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞങ്ങളോട് തന്നെ അന്യോന്യവും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഒരുപക്ഷെ കാണാപ്പാടം അറിയാവുന്ന കുറെ ഉത്തരങ്ങൾ ഞങ്ങൾ അന്യോന്യം പങ്കുവയ്ക്കുന്നു. എന്നാൽ മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഉയരങ്ങളിൽ നിന്നുള്ള ഉത്തരങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ദീർഘമായ സംസാരിക്കാനുള്ള പ്രാപ്തി എനിക്ക് ഈ അവസരത്തിലില്ല. എങ്കിലും പ്രിയ ശിശുവിനെ ഓർക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി തുടർന്ന് സൺഡേ സ്കൂൾ അധ്യാപകനായി നിന്നു. യുവനസംഘത്തിന്റെ സജീവ പ്രവർത്തകനാകുന്നു. യുവനസംഘത്തിന്റെ സെക്രട്ടറിയായി, യുവനസംഘത്തിന്റെ ട്രഷററായി, യുവനസംഘത്തിന്റെ പരിസ്ഥാന സമിതിയിലെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്നു. ഇടവകയുടെ എല്ലാ മേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം വൈദിക പഠനത്തിനായിട്ട് ഫരീദാബാദിലേക്ക് പോകുന്നത്. എപ്പോഴും അവിടേക്ക് മടങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് ആരാധന മധ്യേ ഒരു പ്രസംഗം ഷിജുവിന്റെ ഉണ്ടായത്. ഏത് ഹൃദയവേദനയോടെയാണ് ഞങ്ങളിത് ഈ ദിനങ്ങളിൽ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ തപാശാന കുടുംബത്തോടെ ഈ ഇടവക ഏറെ കടപ്പെട്ടിരിക്കുന്നു. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ തപാശാനെ കാണുന്നു. ദീർഘവർഷങ്ങളായിട്ട് ഇടവകയുടെ അജ്ഞാന ശുശ്രൂഷകൻ, ഇടവക വികാരിമാര് കഴിഞ്ഞാൽ ഇടവകയിലെ എല്ലാ കാര്യങ്ങളും ആത്മീയനൃത്തം നൽകിക്കൊണ്ടിരിക്കുന്ന തപാശാനാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിലെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഞങ്ങളോട് പങ്കുചേരുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. തമ്പാശാന്റെ കുടുംബത്തിന് നേരിട്ടായി അതീവ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കാളികളാകുന്നു. ഇടവകയിലെ പട്ടക്കാര്, വികാരിയന്മാര്, ഇടവകയിലെ ചുമതലക്കാര്, എല്ലാ സംഘടനകളിലെ പ്രതിനിധികൾ, മാതാപിതാക്കള്, കുഞ്ഞുങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ അനുശോചനീയ അവസരത്തിൽ അറിയിക്കട്ടെ. ഇടവകയെ ഇടവക ട്രസ്റ്റിമാര്, ചുമതലക്കാര്, വികാരിയന്മാര് ചേർന്ന് ഇപ്പോൾ പ്രീത് സമർപ്പിക്കുന്നു. അനുശോചനം അവസാനിക്കുകയാകും. നമ്മുടെ ഈ ശുശ്രൂഷയിലേക്ക് നൽകുന്നത് മൂലനഗര മാർത്തോമാ സുറിയാനി സഭ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമാ ഉണ്ടാകുന്നു. പിന്നെ എഴുതിയിട്ടുണ്ട് മക്കാത്തിരുവാനി ശുശ്രൂഷകളെ എല്ലാവരും വഹിക്കുന്നു. പിന്നെമാരെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യട്ടെ. ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം ആരും തന്നെ പഴയ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കട്ടെ. 3 വാതിൽ അവസാനം ശുശ്രൂഷ കഴിഞ്ഞ ശേഷം കാണാനുള്ള അവസരം ആരംഭിക്കുമ്പോൾ ആരും പള്ളികളിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധ്യത ഇടയായത് പള്ളിയിൽ എത്തിക്കുന്നവർ അവസാനത്തിൽ ഇരിക്കണം ഓർമ്മിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം.
തന്റെ ശ്രേഷ്ഠ
വചനത്തിന്റെ ആജ്ഞത്താൽ എന്റെ പ്രാണത്തെ ജീവനെ വളർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും അധികമായി മനുഷ്യരാണ് തന്റെ ദാസന്റെ സുസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ അനുഷ്ഠാനങ്ങളും സ്തുതിയും ബഹുമാനവും വണ്ണവും യോഗ്യവുമായിരിക്കുന്നു. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മെസ്സിയാനി നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവും ആകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിനെയും സകലത്തിലും പരിശുദ്ധനായിരിക്കുന്നതിന്റെ റൂഹായെയും ഇഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവീകമായ നിന്റെ ഭാഗ്യാവസ്ഥ ഞങ്ങളെ സംബന്ധിച്ചു ദോഷങ്ങൾക്ക് വശീകരിക്കുന്നതായ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മായിച്ച് പുതിയ ജീവനെ ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവരും പ്രബന്ധമായ താമേ ഈ ചെറിയായി സ്നേഹിച്ചിരിക്കുന്ന ഈ സമയത്ത് നിന്റെ ശുശ്രൂഷയായി ഹൃദയത്തോടും ആത്മാവോടും പ്രകടിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വെറുപ്പാൻ പാടില്ലാത്തതൊന്നായി ചെയ്യുമ്പോൾ അന്ധകാരത്തിൽ പ്രാപിക്കുകയും പ്രകാശങ്ങളിൽ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധതയാലും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വസിക്കുകയും നിന്റെ സന്നിധിയെ നിന്റെ സന്തോഷത്തിൽ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായോടെ പുറപ്പെടുകയും നിന്റെ നിങ്ങൾ പാതാളത്തിൽ നിന്നും പുറയുകയും കത്തിക്കൊണ്ടിരിക്കുന്ന നീ രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന് ശിവൻ സന്തോഷിക്കുകയും നിന്റെ മുഖത്തിൽ സ്നാനങ്ങളുടെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, ദൈവമേ, ഈ സമയത്ത് ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാലനയുടെ നടപടികളിലും വിശുദ്ധപാതകളും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും യാത്രയുമായി സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവെ, മുഖപ്രസാദത്തോടും അതിനെ എതിരേൽപ്പാനും അത്യന്തമില്ലാത്തതിനോടും വിശുദ്ധരോടും അതിനെ സ്തുതിപ്പാൻ ഞങ്ങളെ ആഗ്രഹിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റും ആയപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
കുടുംബക്കാരെയും ശാസ്ത്രക്കാരെയും നിന്റെ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കണ്ടിട്ടില്ലാത്തതും മനുഷ്യരുടെ കേട്ടിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്നവർക്കായ ഭാഗ്യങ്ങൾക്ക് ഇവന് അവകാശിയാക്കുമെന്നുള്ള പ്രത്യാശയിൽ ലേഖനങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായ വീടുമ്പോഴുള്ള സന്തോഷ ശബ്ദം കേൾക്കാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാനമാകണമേ. ആയപ്പോഴും എല്ലായ്പ്പോഴും തന്നെ
പ്രതിഫലത്തിന്റെയും സമ്മർദ്ദത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസമെല്ലാം മനുഷ്യനും ഒരു പാനീയമാകുന്നു. എന്നാൽ ഒരു പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവർത്തിയായി. എല്ലാവരും അവനവനെ മനസ്സുകളെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണമെല്ലാവരെയും വിളിച്ചുവിടുന്നുകൊണ്ട് കരയുന്നത് വ്യക്തവുമാകുന്നു. അവർ രാജ്യാവകാശമായി കുടിമാറുകയും ചെയ്തതാകൊണ്ട് എല്ലാവരും നിനക്ക് അന്യായത്തെ ഉത്തരുന്ന നീതിയോടൊതുക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. മരണം ഒരു പ്രശ്നങ്ങളും ഉപദേശവുമാവും. എന്നതിന്റെ നീതിയെക്കുറിച്ചുള്ള കഴിവില്ലാത്ത വയസ്സിന്റെ മുഴുവനും ശാശ്വതമായി ആശ്രയിക്കരുത് എന്നാണ് മരണം സംബന്ധിച്ചത്. മരണം ഞങ്ങൾ തലമുറകളോട് പ്രസംഗിക്കുകയും എല്ലാ ഗോത്രങ്ങളോടും ഉപദേശിക്കുകയും ചെയ്യും. മരണം ഒഴിയുന്ന ഒരിക്കലുമില്ല. ആയതിന് എല്ലാവരും വിട്ട് പോകുന്നവരില്ല. അതാ തന്റെ സർവസന്താനങ്ങൾക്ക് നടത്തിയ സംഘത്തിന്റെ കാസ എത്ര കൈക്കൊള്ളാം. ആദാം ഒരു സർക്കാരിനോടുക്കാരായി ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് തന്നെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗരസ്ത്രീയ പറയുന്നതിനെ സഹോദരനെ നിദ്രവന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ ദൈവം യേശു നിദ്രവുള്ളവരെ അങ്ങനെ തന്നെയാണ് നമ്മോടുകൂടെ വരുന്നു. എന്നാൽ കർത്താവിനെ ജീവനാണ് ശേഷിക്കുന്നവരായ നാം നിദ്രവുള്ളവരെ മുൻപിടുകയാണെന്ന് വരുന്നേ കർത്താവിന്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ കൽപ്പനയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നു. മസിയായ ദൈവത്തിൽ നൽകുകയും ചെയ്യും. ഇപ്പോൾ ജീവനോട് തേപ്പിക്കുന്ന ആകാശകർത്താവിനെ ദേവനോടുകൂടെ വിളിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇപ്പോൾ കർത്താവിനോട് കൂടെയിരിക്കും. ആകയാൽ ജീവനെ കൊണ്ട് അനുവനാശിക്കുന്നതായിരിക്കും. ഭാരതമോടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവിനെ ശിക്ഷിക്കാതെ ദൈവത്തിന്റെ കേൾക്കണം. സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനമായ നമ്മുടെ വിശുദ്ധായ ജീവന്റെ വചനമായ നമ്മുടെ ദൈവവും കർത്താവിന്റെ പിതാവുമായ യേശുവിന്റെ നമ്മുടെ നാളുകളിൽ താൻ പ്രകാരം ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവിനെ കാണുന്നതെല്ലാം ചെയ്യുവാൻ കഴിയുകയില്ല. എന്നോട് പിതാവ് ചെയ്യുന്നവരെ അങ്ങനെ ചെയ്യുന്നു. പിതാവിനെ സ്നേഹിക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളൊക്കെയേക്കാൾ അധികമായിട്ടുള്ള കാണിച്ചു കൊടുക്കുന്നു. പിതാവ് എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടത് പിതാവിനെ ന്യായീകരിക്കാവുന്നതിനായി എല്ലാം പുത്രനോട് ഗ്രഹിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവനെ പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് ന്യായത്തിനെ വിശ്വസിക്കുന്നവൻ ജീവനുണ്ട്.
അവൻ ന്യായീകരിക്കുന്നവരാതെ നടത്തുന്ന ജീവനിൽ മാറിയിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഉള്ളിൽ തങ്ങൾക്ക് നടത്തുന്ന ജീവിക്കുകയും ചെയ്യുന്നതായി പോയിരുന്നു. അതിപ്പോൾ തന്നെ ഇവാകുന്നു. എന്തുകൊണ്ടെന്നാൽ കാലത്തിന് ജീവനുള്ളവരാണ് അവൻ പുത്രന്റെ ജീവനുണ്ടാകുവാൻ മരുന്നറിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനായ നടത്തുവാൻ അധികാരം കൊടുത്തു. അവന്റെ ശബ്ദം കേട്ട് ജീവന്റെ തിന്മ ചെയ്തവർ പുറപ്പെടുവാനായിരുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരക്കും ഉണ്ടായിരിക്കട്ടെ. നന്ദിയോട് പുറത്തോട് സങ്കടത്തോടും ദുഃഖത്തോടും കൊടുക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തിൽ കർത്താവേ നിങ്ങളോട് അനുജീവനെ നടത്തുന്ന ഒരു പ്രതിവാക്യമായി പറയണം. മരണത്തിന്റെയും ഭഗവാന്റെയും ആത്മാക്കളുടെയും സർവജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്മേൽ അധികാരമുള്ളതുമായ നിശ്ചയാതന്ത്രാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ ജീവനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിശ്ചയിച്ചിട്ടുണ്ട്. അവൻ ന്യായീകരിക്കുന്നവരാകുന്ന ജീവനെ കണ്ടിരിക്കുന്നെന്ന് അനുഷ്ഠിതനായ ഞങ്ങളെ നിന്നോട് നിങ്ങൾ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് രക്ഷകനായ ശ്രീറബുലാനെ നിന്റെ വിശ്വസത്തോടെ സമാനമായ സകല വിശ്വാസത്തോടുകൂടെ ഞങ്ങളെയും രാജ്യത്തിന് യോഗ്യതകളാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ദുഃഖാകരായ കുടുംബാംഗങ്ങൾ, ഓരോ മരണവും നമ്മുടെ ജീവിതകാലത്തില് ഒരു ശൂന്യത സൃഷ്ടിക്കും. ആ ശൂന്യതയുടെ ആഴവും വിസ്തൃതിയും പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരിക്കും. കർത്താവായ യേശുവിന്റെ ജീവിതത്തിലുള്ള വ്യത്യാസം പ്രിയപ്പെട്ടവരുടെ വേർപാടുള്ള ശൂന്യതയാണ്. നിരാശയെ പ്രത്യാശയാക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളുടെ 32 വർഷങ്ങളിൽ ഈ ലോകത്തിൽ ജീവിച്ച് തന്റെ ജീവിതത്തിൽ ഉദ്ഘാടനം പൂർത്തീകരിച്ചു പത്ത് സ്ഥലത്തിലേക്ക് ജീവിതപ്രായം വിളിച്ചനുഭവിക്കുന്ന പ്രിയപ്പെട്ട ഷിജുവിന്റെ ധൈര്യവും അനുഗ്രഹവുമായുള്ള ജീവിതത്തെയും ശുശ്രൂഷകളോട് ദൈവസന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കേണ്ട അവസരം കൂടിയാണ് ഈ ശുശ്രൂഷ. പ്രിയപ്പെട്ട ഷിജു കുറച്ച് നാളുകൾ വെല്ലൂർ മന്ത്രമാണ് ഗ്രഹിച്ചതല്ല വളരെ ഭയങ്കരവും പ്രിയമായ ശുശ്രൂഷ പ്രവർത്തിച്ചു. പല പ്രാവശ്യം അവിടെ പോയിട്ടുള്ളപ്പോൾ കാണുവാൻ സാധിച്ചു. തന്റെ പ്രവർത്തന മേഖലയിൽ വളരെയധികം ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. തന്റെ പ്രവർത്തന സരണിയിൽ തന്നെ വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക്
അവിടെ പ്രവർത്തനമായ ആളുകളെ കൊണ്ടുവന്ന ശേഷം മടങ്ങി വരുമ്പോൾ തന്റെ അന്ത്യം സംഭവിക്കുകയും ചെയ്തു. തന്റെ ജോലിയോട്, തന്റെ ജോലിയോട്, കർത്താവേൽപ്പിച്ച ശുശ്രൂഷയോടുള്ള വലിയ പ്രതിബദ്ധത പ്രിയപ്പെട്ട ഷിജു സൂക്ഷിച്ചു. ഷിജു ബന്ധപ്പെട്ട എല്ലാവർക്കും ഏറ്റവും നല്ല അനുഭവങ്ങൾ മാത്രമേ പറയുവാനായിട്ടുള്ളൂ. ഇബ്രാഹിം എഴുത്തുകാരൻ 11-ാം വാക്യത്തിൽ വിശ്വാസ പിതാക്കന്മാരുടെ പട്ടിക നിരക്കുമ്പോൾ പറയുന്നു, ആബേലിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധേയമാണ്. ആബേൽ മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആബേൽ മരിച്ച ശേഷവും വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കാലഘട്ടമായുള്ള ദൈവത്തിന്റെ പ്രസാദമായ യാഗത്തിലൂടെ ഏത് കാലഘട്ടത്തോടും ഏത് തലമുറയോടും ആബേൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ കർത്താവ് അസന്നിഗ്ധമായിട്ട് പറയാം. ജീവിതത്തിൽ ഒരു മുൻചെടി പറയുന്നവരെയും ഒരു പൂച്ചെടി നട്ട് വളർത്തുന്നവരെയും ലോകം എന്ന് സ്നേഹിക്കും. അത് ചരിത്ര യാഥാർത്ഥ്യമാണ്. കേവലം 32 വർഷങ്ങൾ മാത്രം ഈ ലോകത്തിൽ ജീവിച്ച് തന്റെ ജീവിതയോട്ടം ഫലകരമായിട്ട് അനുഗ്രഹമായി പൂർത്തീകരിച്ച് പ്രത്യേക സാഹചര്യത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് വിളിച്ചാക്കപ്പെട്ടതായ ഷിജുവിന്റെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങിയ എല്ലാവർക്കും നല്ല മാതൃകകൾ ഈ പ്രിയദാസനത്തിൽ ലഭ്യമായി. കുടുംബം ഇവിടെ വ്യക്തി കേവലം മാസം താഴെ മാതാപിതാക്കൾ സുവിശേഷ താല്പര്യമുള്ള ഒരു കുടുംബത്തിന്റെ ഭാഗമായിട്ട് ജനിച്ചു വളർത്തപ്പെടുവാനും അപ്രകാരം ജീവിതത്തെ ക്രോഡീകരിക്കുവാനും സാധിച്ചതായുള്ള ഷിജുവിന്റെ ജീവിതം സുവിശേഷ പ്രദേശത്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നതിനും ഉത്തമമായുള്ള മാതൃകകളാണ്. ആ നല്ല മാതൃകയ്ക്ക് മുമ്പിൽ, ആ ധന്യമായ ജീവിതത്തിന് മുമ്പിൽ, ആ ശ്രേഷ്ഠമായുള്ള ശുശ്രൂഷയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഈ സമയത്ത് ഞാൻ ആഗ്രഹങ്ങൾ അർപ്പിക്കുകയാണ്. ദൈവപേക്ഷയുടെ വേർപാട് 24-ാം തീയതി 1 മണിക്കാണ് അതുപോലെ ആശ്രമത്തിൽ അവിടെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റും ശുശ്രൂഷയിലായിരുന്നപ്പോൾ അറിയാം. അവിടെ 3 മണിക്ക് തന്നെ പുറപ്പെട്ട് രാത്രി 1 മണിക്ക് അവിടെ എത്തി. അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും പങ്കുചേരുവാനും സാധിച്ചു. ദൈവപ്പെട്ട ഷിജുവിന്റെ വലിയ ശുശ്രൂഷ എന്നും മദ്രാസ്, പ്രത്യേകിച്ച് മദ്രാസ് വെല്ലൂർ ഏഡൻ സെന്റർ വളരെ സന്തോഷത്തോടെ സ്വാഗതത്തോടെ സ്മരിക്കും. സകല ബുദ്ധിയും കഴിയുന്ന ദൈവമായുള്ള സമാധാനം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് നൽകി ആശംസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കുറ്റാലത്ത് ഒരു കമ്മിറ്റിക്ക് ബന്ധപ്പെടാൻ ലഭിച്ചത്. പ്രത്യേകിച്ച് ഓരോ ആൾക്കാരോട് കൊണ്ടുവരുന്നത് അതെല്ലാം നിർമ്മിക്കുകയും ചെയ്യുന്നത് KGSന്റെ നേതൃത്വത്തിൽ അത് ഇതൊക്കെ പല ആളുകൾക്ക് സഹായം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ഫോർമാലിറ്റീസും നിവർത്തിച്ചതിന് ശേഷം മോഡി വിട്ടുകിട്ടിയത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് അവിടെ മദ്രാസ് സെക്രട്ടറിയായ ചുമതലക്കാരോടുള്ളതായ സന്തോഷം ഞാൻ അറിയിക്കും. അതുപോലെ തന്നെ അടുത്ത സമയത്ത് പത്രശിക്ഷയെ പ്രവേശിക്കേണ്ട ഈ കപ്ലാസ് നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് കഷ്ടത്തിലേക്ക് ഉൾപ്പെടുത്തും. ആ കുടുംബത്തെ നമുക്ക് വളർത്താം. സത്യാമ്മയെ രൂപയെയും നമുക്ക് തിരിച്ചറിയാം. ഒരു ആശ്വാസത്തിന് നിരന്തരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ വാർത്തയിലേക്ക് തന്നെ മോർച്ചയിൽ തന്നെ ഇരിക്കുന്നത് വിശ്വാസപ്രമാണം ദൈവനാഥ പള്ളിയിൽ ഉപയോഗിക്കുന്നത്. അത് ജനങ്ങൾ മാറിയിട്ട് വെട്ടി കൊണ്ടുള്ള വെട്ടിക്കകത്തേക്ക് മൃതദേഹം
മാറ്റി എടുത്ത് കളറയിലെടുത്ത് കൃത്യമായി ആശീർവാദം കഴിഞ്ഞ് ശുശ്രൂഷ അവസാനിക്കും. എന്തൊക്കെയാണല്ലോ മണ്ണും ഉണ്ടായിരുന്നു ഇതുകൊണ്ടായിരിക്കും മണല് കൊണ്ടിരിക്കുന്നതായിരിക്കും. എന്തു ഖേദം ഈ കാഴ്ച എന്തൊരു സോദരരെ എന്തിനെ മാറ്റപുരം മൃത്യുവാനുഭവിച്ചിടുന്നു കർണമേയോ മേരിയാകെ ചീഞ്ഞഴിഞ്ഞു ലഭിച്ചിടുന്നു മാമീശവനെ മണ്ണിലെ കയറ്റുന്നു സ്നേഹിച്ചവനെ ശോകത്തോടകുന്നു സ്നേഹിതങ്ങൾ എല്ലാമാകെ കുറയുന്നു ഓടിക്കോ പുഴുവിനോ ഇരയാവായിരിക്കുന്നു നാദാനിന്റെ പരമിങ്കൽ ഞങ്ങൾക്ക് ആരാധരിക സന്തോഷം മോശവും എന്നേന്നു ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദി ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുളുക. അയ്യോ
എന്റെ സഹോദരനെ ഞാൻ പാതാളമായി കടന്നുപോകുമ്പോൾ പുറപ്പെട്ടിരിക്കുന്നവരെ ഞാൻ കണ്ടു. അവരില്ലാത്ത ബലവാന്മാർ പ്രവേശിച്ചിരുന്നു. പലരും മകന്മാരോട് പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെടുന്നു. അപ്പോൾ ഞാൻ അന്വേഷിക്കുന്ന കരഞ്ഞുകൊണ്ട് സന്തോഷത്തോടും കൂടെ എന്റെ വിധിയോടെ പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനം. രാജാക്കന്മാരും പ്രമുഖന്മാരും അതിനെ ശേഖരിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനം. സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനം. ധനവാന്മാർ തന്റെ ധനത്തെ പറ്റി അംഗീകരിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. അധികാരികൾ തങ്ങളുടെ അധികാരത്തിൽ നിഗളിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതിന് ദൈവിക സംഗീതക്കാരനായ ദാവീദ് നിന്റെ കിന്നരങ്ങളോടുകൂടെ വന്ന് മനുഷ്യന്റെ ആകാരനാകുന്നു എന്നും അവന്റെ ദിവസങ്ങളായോ പോകുന്നതാകുന്നു എന്നും പറവിലെ പുഷ്പപോലെ പൊതുവായി പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. നിമിത്തമായി മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവരെ നിനക്ക് സ്തുതി. ദൈവത്തിന് സ്തുതിയുള്ള ഉച്ചത്തിൽ പറയണം. ദൈവത്തിന്റെ സമാധാനം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സ്നേഹത്തിലും ഹൃദയങ്ങളെയും മനസ്സുകളെയും
സമാധാനത്തെ രാമപുത്രനും പരിശുദ്ധവുമായ ദൈവം നൽകിയ പ്രവണതായ പ്രാർത്ഥനകൾ ഉന്നതങ്ങളായ മുൻപാകെ കേൾക്കി കേൾക്കുകയും ചെയ്യുമാറാകട്ടെ. കുടുംബത്തിലുള്ള വിജയോതി വാക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അഭിനന്ദ മക്രമാനി അഭിനന്ദ മക്കളേശ്വരവേനി വലിയ വികാരി ജനറൽമാർ, ഏറ്റവും ബഹുമാനായ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസ സമൂഹമേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ തീർത്ഥാടനമില്ലാത്ത ഈ വലിയ ദുഃഖത്തിന്റെ നടുവിൽ ഞങ്ങൾക്ക് ആശ്വാസവും സഹായവും ഞങ്ങൾക്ക് പ്രത്യാശയം പകർന്നുവന്ന എല്ലാവരോടും കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. എന്റെ സഹോദരൻ പ്രിയപ്പെട്ട കവിശന്റെ മകനാണ് ഷിജു. ഈ 32 വർഷങ്ങൾ കൊണ്ട് എന്റെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കി തീർക്കുവാൻ സാധിച്ചു. 24-ാം തീയതി വളരെ ആകസ്മികമായി ഈ ലോകത്തോട് വിട പറയുമ്പോൾ തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ പ്രിയപ്പെട്ട ഷിജുവിനെ യാത്രയെ പകരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും വളരെയധികം ഞങ്ങളെ സഹായിച്ചതോട് ദൈവത്തെ സ്തുതിക്കുന്നു. അഭിനന്ദ ജില്ലയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സഹകരണവും പ്രാർത്ഥനയും ഈ കാര്യത്തിൽ ഞങ്ങൾ എടുത്ത് ഓർക്കുകയും അഭിനന്ദ ജില്ലയോട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഹൃദയനിറഞ്ഞ നന്ദി അറിയിക്കുന്നത്. ചെന്നൈ ബാംഗ്ലൂർ ഡയസിസ് ഭദ്രാസന അഭിനന്ദ വേണ്ടി ഭദ്രാസന സെക്രട്ടറി കെ ജി തോമസ്, കെ ജോസഫ് അച്ഛൻ, മറ്റ് സമീപ ഇടവുകളിലുള്ള ആളുകളെല്ലാവരും പ്രിയപ്പെട്ട ഷിജുവിന്റെ ഭൗതിക ശരീരം വെല്ലുവിളിന്ന് കൊണ്ടുവരുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നൽകി. വേണ്ടി വളരെ തിരുപ്പത്തിൽ വെല്ലുവിളിലെത്തുകയും എല്ലാ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. അഭിനയ തിരുവനന്തപുരത്തോടും ഭദ്രാസനത്തോടും മറ്റു പ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കട്ടെ. പ്രിയപ്പെട്ട വൈദിക വിദ്യാഭ്യാസം നടത്തിയ ഫരീദാബാദിലെ ധർമ്മജ്യോതി വിദ്യാപീഠ അവിടുത്തെ പ്രധാന അധ്യാപകർ, ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഷിജുവിനോടൊപ്പം പഠിച്ചവർ എല്ലാവരും ഈ ദിവസങ്ങളിൽ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും വേണ്ട സഹായങ്ങളെല്ലാം നൽകി. എല്ലാവരും മാത്രം ആ വെല്ലുവിളി എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരാത്തവരോളം വലിയ സഹകരണമാണ് ഈ ദിവസങ്ങളിൽ നൽകുന്നത്. ഒരു പട്ടക്കാരന് നൽകേണ്ടുന്ന എല്ലാ ബഹുമതികളോടുകൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഈ ലോകത്തിൽ യാത്രയയക്കുക ഈ ഇടവകയൊക്കെ ഉണ്ടായിരുന്നു എന്നത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരി ട്രസ്റ്റിമാർ, കൈകാര്യങ്ങൾ എല്ലാവരുടെയും സ്നേഹവും കൂട്ടായ്മയും ഇടവകയിലെ എല്ലാ സംഘടനകളും, പ്രത്യേകിച്ച് യുവജനത്തിന്റെ ആളുകളുടെ സ്നേഹം, അവരുടെ കരുതൽ, അവരുടെ പ്രാർത്ഥന സഹായം എടുത്തു പറയേണ്ടതാണ്. രാവിലെ സമയം മുതൽ തന്നെ 26-ാം തീയതി പ്രഭാഷണങ്ങളുടെ മോശമെത്തുമ്പോൾ യുവജനത്തിന്റെ എല്ലാ പ്രവർത്തകരും, എല്ലാ ഇടവുജനങ്ങളും, മുൻകാല യുവജനത്തിന്റെ പ്രവർത്തകർ എല്ലാവരുടെയും സഹായമുണ്ടായി. എല്ലാ പ്രിയപ്പെട്ടവരോടും കുടുംബത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട കമ്മീഷനെ ശുശ്രൂഷ ചെയ്യുന്ന നന്ദിയോടെ മിഷന്റെ പ്രവർത്തകർ, പ്രിയപ്പെട്ട എല്ലാവരും ഉണ്ട്. എല്ലാവരോടും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ പ്രിയപ്പെട്ട കുടുംബത്തെ നിങ്ങളുടെ പ്രാർത്ഥനയെ പോകണം. തകരാതെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുക. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ജനമായിട്ട് കണ്ടു കഴിഞ്ഞവരൊക്കെ പുറത്തോട്ട് പാടുന്നു. ഓടിയിൽ മക്കളിൽ നിന്ന് മാറ്റുകയാണ്. ശവസംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങളിൽ ഞങ്ങൾ ഇനി കാണാനുള്ളവർക്ക് പെട്ടിയിലേക്ക് മാറ്റി അവസരം തരാവുന്നത്ര നിങ്ങൾ ശാന്തമായി ക്ഷമയോടുകൂടെ നിൽക്കണം.
ബാറ്ററി എടുക്കുമ്പോൾ യാത്ര അയക്കും കേട്ടോ.
ഇതിന് വില കുറവായിരുന്നു. ഇപ്പോൾ അത് ഞാൻ പറയാം. നിങ്ങളല്ലേ അപ്പുറത്ത് നോക്കട്ടെ. കടത്തി വിട്ടോ അവിടെ നിങ്ങൾ പിടിക്കാൻ തരാം കേട്ടോ. രണ്ടുപേരോടെ ഒരാളോട് ഇങ്ങോട്ട് കയറാം. പടിയത്തട്ട് കയറെടുത്ത് അപ്പുറത്ത് ഞങ്ങളുടെ കർത്താവേ ഈശ്വരായ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലാദാനങ്ങളും ബലഹീന ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായി ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങുവന്നെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായതിന്റെ സിംഹാസനത്തിന് മുൻപാകെ
കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷ അവസാനിക്കും. അതൊക്കെ പിന്നെ മാറ്റാം. നിങ്ങളെ പറഞ്ഞു ബാക്കിയുള്ളവർ മാറ്റണം. എല്ലാവരും മാറ്റണം. ഉച്ചര കഴിഞ്ഞേ പറ്റൂ. ഇവിടെ വീണു. അത്രേ ഉള്ളെന്ന്. രണ്ട് കൊളുത്തും വീണെന്ന്. നിങ്ങളെ മാറി തരാമോ? നിങ്ങൾ ബാക്കി എല്ലാവരും മാറി തരാം. അനുവന്തി വിജയന്തി കമോൺ. ജീവിക്കുന്നു ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഇനി എല്ലാവരും മാറിക്കോളാം. ഇനി ഞങ്ങൾ മൂടി വെച്ചോളാം. ഇനി ആരും ഇവിടെ നിൽക്കേണ്ട ദൈവത്തോട്ട് മാറിക്കണം. എവിടെ മണിയെ